അവിടെ വന്ന പാമ്പാട്ടികൾ പോലീസുകാരാണോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഓഹോ, അതെ. ആ കാഠ്മാണ്ഡു എവിടെ? അയാൾ ഈ ബഹളത്തിനിടയ്ക്ക് എവിടെ ഓടിപ്പോയി? വാസു, നമ്മുടെ രഹസ്യങ്ങൾ ആരൊക്കെയോ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംശയമുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇക്കാര്യം വെച്ച് നീട്ടുന്നത് അപകടമാണ്. ശരിയാണ്. നമുക്ക് ഉടനെ ശങ്കരപ്പിള്ളി അടച്ചിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. എങ്ങനെങ്കിലും അവനെ കൊണ്ട് രഹസ്യം പറയിപ്പിക്കാമോ നോക്കാം. കറക്റ്റ്. വരൂ. പറയില്ല, അല്ലാതെ വാക്ക് പറയത്തില്ലേ? എത്ര ചോദിച്ചാൽ നീ പറയത്തില്ലേ? നിന്നെ കൊണ്ട് പറയിക്കണം. ഞാൻ നോക്കട്ടെ. പറയടാ, എവിടെയാണ് രത്നങ്ങൾ വെച്ചിരിക്കുന്നത്? പറയാൻ ഒരാളായിട്ട് പറയുന്നു. മേനോൻ അദ്ദേഹം വാങ്ങിയ രത്നങ്ങളെ പറ്റി എനിക്കറിയില്ല. കള്ളം പറയുന്നു. മേനോന്റെ വലം കൈയായിരുന്നു നീ. അയാൾ മരിക്കുമ്പോൾ പോലും നീ അടുത്തുണ്ടായിരുന്നു. നിനക്കറിയാമോ രത്നങ്ങൾ എവിടെയാണ് ഇരിക്കുന്നുള്ളത്? അയ്യോ, എനിക്കറിയില്ല. ഇവനെ ഇപ്പോൾ കൊല്ലുന്ന ബുദ്ധിയല്ല. പിന്നെ എത്ര കാലം ശ്രമിക്കും? പാപ്പേ, രാമു, ഈ റാസ്കൽ നിറയിൽ കൊണ്ട് പൂട്ടിയിടും. ഇതുപോലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനായി നമ്മൾ രാധയെ കൊന്നു. എന്തായി ഫലം? അവൾക്ക് അറിയാമെന്നല്ലേ നമ്മൾ കരുതിയത്? അവൾക്കത് അറിഞ്ഞുകൂടായിരുന്നു. യവനതറിയാം. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത രംഗവന്റെ മുന്നിൽ നമ്മൾ സൃഷ്ടിച്ചാൽ രത്നങ്ങൾ എവിടെ ഇരിക്കുന്നുവെന്ന് കിളി പോലെ അവൻ പറയും. അതിനെന്താണ് മാർഗം? എങ്കിലും ഹേയ് വിട്ടിത്തം. അത് നമ്മുടെ അവസാന ശ്രമമായിരിക്കും. ഇനി അവധി കേൾക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ശങ്കരമേനോനും രാജേന്ദ്രനും കരുതി ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു. ഇനി അവധി കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ടെങ്കിൽ ഇങ്ങനെ കൈമാറുന്ന ഇടോ, നിങ്ങളോട് കടം വാങ്ങുന്ന വിവരക്കേട് സംസാരിക്കരുത്. പിന്നെ സംസാരിക്കാതെ നിങ്ങൾ ഇല്ലെന്ന് പറയുന്നത് പുളി പോലെ ഇറങ്ങി പോകണം. ഈ വീട് വിറ്റിട്ടാണെന്ന് നിന്റെ ഒക്കെ പറഞ്ഞാൽ തരും. എന്താ പറഞ്ഞത്? വീട് വിൽക്കാമെന്നോ? ഇതുകൂടി വിറ്റ് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? നരകത്തിലേക്ക്. സ്വാമി മന്ത്രം ചൊല്ലി തിരുവാഭരണം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പൊ സ്വാമി ഒരു ദിവ്യനാണല്ലോ. ചോദിക്കട്ടെ, സ്വാമിക്ക് ഈ സ്ഥാനനിർണയം കണ്ടുപിടിക്കാൻ അറിയാം? ഒരു സ്ഥലത്ത് ഒരു നിധി ഇരിപ്പുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സ്വാമി കഴിയുമെന്ന് ചോദിച്ചു. അയ്യോ, നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? സാർ, അത്ഭുത സിദ്ധികളുള്ള സ്വാമി വന്നിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിന് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇദ്ദേഹം മന്ത്രോച്ചാരണം കൊണ്ട് ആ തിരുവാഭരണം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അയാൾ എവിടെയാണ് താമസിക്കുന്നത്? എടാ പൊട്ടാ, സ്വാമി എവിടെയാ താമസിക്കുന്നത്? ആലമൂട്ടിലാണ് താമസിക്കുന്നതാണ്. എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ ഉടനെ അയാൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. എനിക്ക് അത്യാവശ്യപ്പെട്ട കാര്യം അറിയാൻ. പരിവാര സമിതിയെ വരത്തുള്ളൂ, അത് പല്ലക്കിലേ വരുള്ളൂ. എന്ത് കുന്തത്തിലായാലും ശരി, ജൂഡോ പോയിട്ട് ഉടനെ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു. എനിക്ക് അയാളെ ഉടനെ കാണണം. ഈ കൊത്തി ഇനി കരക്കി പിടിച്ചിട്ടേച്ചാ സ്വാമിയെ. പ്രത്യക്ഷം, പ്രത്യക്ഷം. എനിക്ക് അഭിനയിക്കാൻ സമയമില്ല. ഇന്നുകൊണ്ട് എന്റെ ജോലി അവസാനിപ്പിക്കണം. ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ വന്നാൽ നിനക്ക് രക്ഷയോ, അല്ലെങ്കിൽ നിന്റെ തല കിട്ടില്ല. ഞാനൊരു അക്ഷരം ആരോടും പറയില്ല. ചേട്ടാ, ചേട്ടാ, എല്ലാം തകർന്നു ചേട്ടാ. ചേട്ടൻ എന്നെ രക്ഷിക്കണം. നീ തക്ക സമയത്ത് തന്നെ വന്നു. സൈമൺ, നീ പുറത്തു. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല. പറയൂ, എന്തുണ്ടായി? എല്ലാം കടത്തിലായി ചേട്ടാ. വീട് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനിനി എന്ത് ചെയ്യും ചേട്ടാ? ചേട്ടൻ എന്നെ കൈവിടരുത്. നിനക്ക് ഞാനുണ്ട് ശ്രീദേവി. ശ്രീദേവി, നീ എന്നും ഹൃദയത് മാത്രമാണ്. നീ എന്റേതാണ്. അയ്യോ
എന്താ മോനെ ഇത്? മോനോ? ഏത് മോൻ? ഈ പട്ടി അമ്മയുടെ മോനല്ല, എന്റെ ചേട്ടനുമല്ല. എന്റെ മാംസത്തിന് വേണ്ടിയാണമ്മേ ഇവൻ നിന്നെ കിടക്കുന്നത്. സാമദ്രോഹി! ശബ്ദിക്കരുത്. ഞാൻ നിന്റെ മടിയിൽ കിടക്കാനൊന്നും വന്നവനല്ല. നിന്റെ ഭർത്താവ് തട്ടിയെടുത്ത് സൂക്ഷിച്ചിരിക്കുന്ന രത്നങ്ങൾ എനിക്ക് വേണം. അത് കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ പേര് അജയൻ എന്നല്ല, വാസു എന്നാണ്. എടാ രാമോ, പാപ്പി, ഈ തലയെ മോനെ നമ്മുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും. അവർ അവിടെ കിടന്ന് മരിക്കട്ടെ. ദൈവം നിന്നെ വെറുതെ വിടില്ലടാ. കൊണ്ടുപോ. കുഞ്ഞെ കുഞ്ഞെ എന്താ കുഞ്ഞ് ഇവിടെ നിൽക്കുവാണോ? പിന്നെ എന്ത് വേണം? കൊച്ചമ്മ ശ്രീദേവി കുഞ്ഞിനെ ദ്രോഹിയും കുറെ റൗഡികളും ചേർന്ന് കടത്തിക്കൊണ്ടുപോയി. അവൻ അജയനല്ല കുഞ്ഞെ, ഏതോ ആൾമാറാട്ടക്കാരൻ. എളുപ്പം വന്നേ.